ഇന്ന് നമ്മളിതേ പഴം കൊണ്ടൊരു അടിപൊളി സ്നാക്സ് എന്നും പറയാം, നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കുകയും ചെയ്യാം. അതുപോലത്തെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ അതിനായിട്ട് ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്. ആ പഴം ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് വേണം, കുറച്ച് തുള്ളി വെള്ളം ആക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം, അതായത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മൾ പഴം വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കൂലേ. പഴംപൊരി ഉണ്ടാക്കും, പഴം പുഴുങ്ങി ശർക്കരയായിട്ട് കഴിക്കും, ഒക്കെ ചെയ്യും. പഴം പുഴുങ്ങിയിട്ട് നമ്മൾ ശർക്കരയും തേങ്ങയും ഇട്ടിട്ടും കഴിക്കും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ശർക്കര ഇട്ട് വേവിക്കുന്നതിന് പകരം ഇതിങ്ങനെ പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് ഞാൻ 2-3 ശർക്കര തുണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് ഉരുക്കിയെടുക്കണം, ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട്. അപ്പം ഞാനത് അതും ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴം വെന്തിട്ടുണ്ട്, നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് വേണം, ആ പഴം അങ്ങോട്ട് തൊലികളൊക്കെ പൊളിച്ച് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ തൊലിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അവിടെ ഉരുക്കി വെച്ച ശർക്കര നമുക്കിതിൻ്റെ മേലെ കൂടെ ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ മേലെ കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് എന്ത് വേണം, ഒന്ന് ഇളക്കി കൊടുക്കണം. മൊത്തത്തിൽ ഒന്ന് ശർക്കര നീര് എല്ലായിടത്തേക്കും പറ്റണ മാതിരി നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം. നമ്മളിത് തേനിലും ഇതേപോലെ പുഴുങ്ങിയിട്ട് ഈ ശർക്കര നീരിന് പകരം തേനാണ് ഒഴിക്കുന്നത് വെച്ചാൽ അതും നല്ല ടേസ്റ്റാണ്. എനിക്ക് തേൻ അങ്ങനെ വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാനങ്ങനെ ശർക്കര നീര് ഒഴിക്കുന്നത്. അതൊന്ന് കഴിച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല.